ഫിഫ്ത്ത് ഫോഴ്സ് എംപവർമെന്റ് ലോക നവോത്ഥാനത്തിന് ഉതകുന്ന ഉത്തമ സമീക്ഷയാണ് ഫിഫ്ത്ത് ഫോഴ്സ്. ത്രൈതാശ്രമങ്ങളുടെയും ലോകപ്രേമികളുടെയും ഏകീകരണം ഉറപ്പാക്കുന്ന ശക്തി കേന്ദ്രമാണ് അത്രൈത മഹാപീഠം. അത്രൈത മഹാപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഫിഫ്ത്ത് ഫോഴ്സ്. ഫിഫ്ത്ത് ഫോഴ്സ് എന്നാൽ ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് കണക്കാക്കണം. നിയമനിർമ്മാണ സഭകൾ, ഭരണസംഘങ്ങൾ, നിയമക്കോടതികൾ, വാർത്താമാധ്യമങ്ങൾ എന്നീ ചതുർസ്തൂപങ്ങൾ കൊണ്ട് ക്ഷേമസമൂഹം സംജാതമാകുകയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഫിഫ്ത്ത് ഫോഴ്സ് എന്ന പേരിൽ ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന പൗരസമൂഹം രൂപം കൊണ്ടിട്ടുള്ളത്. സാഹോദര്യം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, നീതി എന്നീ ചതുർധാരകൾ അനുഭവിക്കാൻ പൗരസമൂഹത്തെ പ്രാപ്തമാക്കുകയാണ് ഫിഫ്ത്ത് ഫോഴ്സിന്റെ ലക്ഷ്യം. സാഹോദര്യം വ്യക്തിഗതമാണ്, സ്വാതന്ത്ര്യം സമൂഹത്തിന്റെ സമഗ്രതയാണ്, ജനാധിപത്യവും നീതിയും ഭരണകൂട സംഭാവനകളാണ്. സുത്യർഹ അനുഭവങ്ങൾ സമൂഹത്തിന് ലഭിക്കുവാൻ പൗരന്മാർ വസ്തുതകൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാജരാഷ്ട്രീയത്തിന്റെ വിഴുപ്പുകളും കൊളോണിയൽ അഴുക്കുകളും ചുമക്കുന്ന ഭാരതീയ ജനാധിപത്യത്തിൽ നിന്നും സാഹോദര്യം അനുഭവിക്കുക ദുഷ്കരമാണ്. തെറ്റായ ധാരണകൾ തിരുത്തുന്നതിനും ശരികൾ തിരിച്ചറിയുന്നതിനും ജനത്തിന് ഓജസ് കൈവരിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സ്ഥൈര്യം സകല ജനങ്ങളും ആർജിക്കണം. പൗരന്മാരെ യാചകരാക്കുന്ന ഭരണകൂട കുത്സിതകൾ തിരിച്ചറിയണം. ജനനേതാക്കൾ രാജപ്രമുഖന്മാരായി എഴുന്നള്ളുന്ന ഹീനത അവസാനിപ്പിക്കണം. സർക്കാരുകളുടെ സൗജന്യങ്ങൾ കൊണ്ട് പുലരേണ്ടവരല്ല പൗരജനങ്ങൾ. പൗരന്മാരുടെ ഓഹരികൾ കൊണ്ടും പൊതു സ്വത്തുക്കൾ കൊണ്ടും നിലനിൽക്കേണ്ട സംവിധാനം മാത്രമാണ് സർക്കാർ. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്നുള്ള വർഗീകരണം രാജരാഷ്ട്രീയത്തിന്റെ വഴക്കങ്ങളാണ്. ആ കാപട്യത്വത്തെ പൗരന്മാർ തച്ചുടയ്ക്കണം. ആദ്യ കേൾവിയിൽ അത് അസാധ്യമാണെന്ന് അല്പബുദ്ധികൾക്ക് തോന്നും. എന്നാൽ ജനാധിപത്യമെന്ന സത്താമായ ശക്തിയെ ഉൾക്കൊള്ളുന്ന സാഹോദര്യ ബോധമുള്ള സകലർക്കും അതിൻ്റെ പ്രായോഗികത ബോധ്യപ്പെടും. അതിനുള്ള ഉത്തമ പോംവഴിയാണ് ജനാധികാര ജനാധിപത്യം അഥവാ പബ്ലിക് പവർ റിപ്പബ്ലിക്. ജനാധികാര ജനാധിപത്യത്തിൽ കുറ്റവാളികൾക്ക് മാത്രമേ പീഡാനുഭവം അനുഭവിക്കേണ്ടതുള്ളൂ. രാജരാഷ്ട്രീയത്തിൽ ഇന്നുള്ള വോട്ടവകാശ ജനാധിപത്യത്തിൽ സകലരും സർവദാ പീഡാനുഭവങ്ങളിലാണ്. കുറ്റവാളികൾക്കും നീതിമാന്മാർക്കും ഒരുപോലെ പീഡാനുഭവങ്ങൾ വിധിക്കുന്ന ദാരുണ ജനാധിപത്യമാണ് ഇന്നുള്ള. ഭരണകൂടങ്ങൾ കൊള്ളസങ്കേതങ്ങളാകുകയും സിൽബന്ദികൾ കൊള്ള മുതലിന്റെ പങ്കുത്തിൽ തുടരുകയുമാണ്. ഭരണകൂടം ഇരട്ടി നികുതിയാണ് പിരിക്കുന്നത്. ചിലവുകൾ ഇരട്ടിപ്പിക്കുകയാണ്. രാജരാഷ്ട്രീയത്തിന്റെ വോട്ടവകാശ ജനാധിപത്യ പ്രയോഗത്തിനോടുകൂടി ഭരണച്ചെലവ് പകുതിയായി കുറയും. നീതിക്കൊള്ളയും പകുതിയാകും. പൗരന്മാരെ ജനാധികാര ജനാധിപത്യം പ്രയോഗത്തിലാക്കാൻ പ്രാപ്തമാക്കുകയാണ് ഫിഫ്ത്ത് ഫോഴ്സിന്റെ ദൗത്യം. അതിനായി കീഴ്വഴക്കങ്ങളുടെ ദൂഷിപ്പുകൾ തിരിച്ചറിയാനുള്ള കന്നന്തിരിവ് ജനതയ്ക്ക് നൽകുക പ്രധാനമാണ്. സത്യം പറയാനും സത്യം അറിയാനുമുള്ള ശക്തി അവരിൽ സംജാതമാക്കുകയുമാണ്. മതങ്ങളുടെ പേരിൽ ഇസങ്ങളുടെ പേരിലും മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന കുശാഗ്ര ബുദ്ധികളിൽ നിന്നും വിടുതൽ കൊള്ളാൻ ജനങ്ങളെ പ്രാപ്തരാക്കേണ്ടതുമുണ്ട്. പക്ഷരഹിതമായി സത്യത്തെ പ്രഘോഷിക്കുന്ന ഉത്തമ ജിഹുവായി ഫിഫ്ത്ത് ഫോഴ്സ് എംപവർമെന്റ് ലോകത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുകയാണ്. ജനാധികാര ജനാധിപത്യത്തിൽ അധികാരികൾ ജനനമരണ രജിസ്ട്രാർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കേണ്ടതുള്ളൂ. ജനിപ്പിക്കേണ്ട ചുമതലയോ മരിപ്പിക്കേണ്ട ഉത്തരവാദിത്വമോ ജനനമരണ രജിസ്ട്രാർ എന്ന അധികാരി കൈയാളേണ്ടതില്ല. രാജരാഷ്ട്രീയത്തിൽ സകലതും രാജാവിന്റെ അധീശത്തിലും ആജ്ഞയിലുമാണ് പുലർന്നിരുന്നത്. അഹങ്കാരത്തിന്റെ ആ ഊരൊഴുക്കിലാണ് ഭാരത ജനാധിപത്യം ഇന്നും തുടരുന്നത്. സെന്റ് ജോർജ് പുണ്യാളന്റെ കഥയിലെ കുടിവെള്ളം മുടക്കി സർപ്പത്തെ പോലെയാണ് അധികാരികൾ പെരുമാറുന്നത്. ജനത്തിന് അവകാശപ്പെട്ട സകല നൈസർഗിക സ്രോതസ്സുകളും അധികാര പ്രമത്തർ തടസ്സപ്പെടുത്തുകയാണ്. കന്യകകളും
വിഭവങ്ങളും കാഴ്ചവെച്ചാൽ അധികാര സർപ്പം ഒന്നനങ്ങും, കുറച്ച് ഔദാര്യം ചുരത്തും. പിന്നെയും പിന്നെയും സർപ്പത്തിന്റെ തലതിരിഞ്ഞ തടസ്സങ്ങൾ തുടരും. എന്തൊരു ദുര്യോഗം! ജനാധിപത്യത്തിൽ അധികാര സർപ്പങ്ങൾ അപ്രസക്തമാകും. ഭാരതത്തിലെ ഭരണകൂടങ്ങൾ പട്ടുനൂൽ കൃഷിക്കാരെ പോലെയാണ് പെരുമാറുന്നത്. പുഴുക്കൾ മൾബറി തളിരുകൾ കണ്ട് കുളിരുകോരും, കൃഷിക്കാരനെ സ്തുതിക്കും. സുഖനിദ്രയിൽ പ്രജകളുടെ സർവസ്വവും കവർന്നെടുക്കും, ഉഷ്ണജല സമാധി വരുത്തും. പൗരന്മാർ എന്തൊരു ഹതഭാഗ്യർ! ഇത്തരം കൊടുംക്രൂരതകൾ ജനാധിപത്യത്തിൽ ഉണ്ടാവുകയില്ല. പൗരബോധമുള്ള വ്യക്തികൾ ഉണ്ടായാൽ സ്വയമേവ ജനാധിപത്യം പ്രയോഗത്തിലാകും. അതോടെ ക്ഷേമസമൂഹം സംജാതമാകും. സ്വാഭിമാനമുള്ള വ്യക്തികൾക്ക് പൗരബോധം ഉണ്ടാവുകയുള്ളൂ. യാചക ബുദ്ധിയുള്ള ജനങ്ങളിൽ സ്വാഭിമാനം ഉണരുകയില്ല. സ്വാഭിമാനികൾ അധികാരികളെയും ധനവാന്മാരെയും പുരോഹിതന്മാരെയും തനിക്ക് സമന്മാരായി കാണാനുള്ള ആർജവം നേടും. അതിന് വ്യക്തികൾ സ്വയമേവ സത്യസന്ധരും നീതിബോധവും നിശ്ചയദാർഢ്യവും ഉള്ളവരായി ഉയരേണ്ടതുണ്ട്. സകലരെയും സ്വാഭിമാനികളായി ഉയർത്താനുള്ള ശക്തി ഫിത്തൂഷ് പ്രദാനം ചെയ്യും. മനുഷ്യ ദുഃഖങ്ങളുടെ മുക്കാൽ പങ്കും ഭരണകൂട പീഡനങ്ങളാണ്. പൗരന്മാരെ അടിമകളാക്കുന്ന കരാളതകളാണ് സർക്കാരുകൾ പേറുന്നത്. അധികം കലഹങ്ങളും വ്യവഹാരങ്ങളും സൃഷ്ടിക്കുന്നത് സർക്കാരുകളാണ്. അവരുടെ പക്ഷപാതങ്ങളാണ്, കെടുകാര്യസ്ഥതകളാണ്. മനുഷ്യരുടെ പ്രാർത്ഥനകളിൽ അധികവും അധികാരികളിൽ നിന്നും പീഡനങ്ങൾ വരുത്തരുതേ എന്നാണ്. എക്സിക്യൂട്ടീവിന്റെ ദുർനടത്തത്തിൽ നിന്ന് പരിഹാരം തേടിയാണ് വ്യവഹാരങ്ങളിൽ അധികവും. പോലീസിനെയും ഭരണകൂടത്തെയും ഭയന്നാണ് പിന്നീടുള്ള പ്രാർത്ഥനകൾ അത്രയും. പൗരന്മാർ രാജ്യത്തിന്റെ അവകാശികളായി സർക്കാരുകൾ സമ്മതിക്കുന്നില്ല. ഇത് എൻ്റെ സ്വന്തം രാജ്യമാണെന്ന അവബോധം ഉച്ചിയിൽ ഉയർത്താൻ സാധാരണക്കാർക്കാകുന്നുമില്ല. ഇന്നുള്ളത് ഒരുതരം അനുരഞ്ജന സമൂഹമാണ്. സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, സാഹോദര്യം പ്രസരിക്കുന്ന സമൂഹമേയല്ല. കലഹങ്ങൾ ഉണ്ടാക്കാനുള്ള കൊട്ടേഷൻ തന്നെ ഭരണകൂടങ്ങൾ കൊടുക്കുകയാണ്. മനുഷ്യരുടെ സിരകളിൽ അടിമത്വവും അപകർഷതയും ഗോത്രകാലം മുതൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ സുഖശീതളത അനുഭവിക്കാൻ മനുഷ്യർക്കാകുന്നില്ല. ജനാധിപത്യം പ്രയോഗത്തിലാകുന്നതോടെ ഇന്നുള്ള ദുരവസ്ഥകളുടെ പകുതിക്കും പരിഹാരമാകും. ബാക്കി പകുതി അദ്വൈത ദർശനത്തോടെ സമ്പൂർണമാകും. മനുഷ്യർ മതങ്ങളിൽ നിന്നും അകലം കൊണ്ടും സർക്കാരുകളിൽ കൃത്യമായി ഇടപെട്ടും ക്ഷേമ സമൂഹത്തെ നിർമ്മിച്ചെടുക്കണം. അതിനുള്ള കാഴ്ചപ്പാടും ഫിത്തൂഷ് പ്രതിബിംബിപ്പിക്കുകയാണ്. ആധുനിക യുഗത്തിൽ സാമാന്യ ബോധമുള്ള സകലരും സത്യം അറിയുന്നതിനും ആ അറിവ് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നതിനും ഉള്ള ശക്തി ആർജിക്കണം. ഇന്നുള്ള ദുര്യോഗം അധികം മനുഷ്യരും പക്ഷപാതികളാണ് എന്നതാണ്. അവരവരുടെ പക്ഷം സ്ഥാപിച്ചെടുക്കാൻ നുണകൾ പരത്തുന്നതാണ് ഏറെ കഠിനം. ഏറ്റവും ആപത്ത് വിദ്യാസമ്പന്നരെന്ന് കരുതുന്നവരുടെ കപടനാട്യങ്ങളാണ്, ബോധശൂന്യതകളാണ്. ജനാധിപത്യം എന്നാൽ സകല സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങൾ പോലെ പ്രയോഗത്തിൽ വരുത്തുകയാണ്. സർവ്വ പൗരന്മാരും ഭരണത്തിൽ കക്ഷികളാകുന്ന അപൂർവതയാണ്. ആത്മാഭിമാനത്തിന്റെ അനുഭവമാണ്. സകലർക്കും മെന്റർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തി വ്യവസ്ഥാപിതമായി കർമ്മദൃക്കായി ലോകക്ഷേമം നിർവഹിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. പൗരന്മാരെ യാചകരും അടിമകളുമാക്കുന്ന ഭരണകൂട കരാളതകൾ നിഷ്പ്രഭമാക്കാൻ പൗരബോധമുള്ള സകലം ഉണർന്നു പ്രവർത്തിക്കണം. സത്യത്തെ അറിയുകയും അത് പ്രഘോഷണം ചെയ്യുകയും സ്വാഭിമാനികളായി ഉയർക്കൊള്ളുകയും ഉത്തമമാണ്. സകലരും ഫിത്തൂഷ് കക്ഷികളാവുക.